എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. സന്തോഷത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനുഭവ സമ്പത്തോടുകൂടി നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നലെയാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന ക്ലാസ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 3 സെഷൻ ഇന്നലെ എടുത്തില്ല. അതിന്റെ ചെറിയൊരു പാട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ് മാത്രം. ഇനിയിപ്പോ നാളെ യൂട്യൂബ് കാണുന്നവർക്ക് ഇന്ന് രാവിലെ നിങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളിവിടെ നടക്കുന്ന ബൃഹത്തായ അതിവിപുലമായ ഒരു കോഴ്സിന്റെ ആമുഖം മാത്രമാണ്. ഒരു 5 മിനിറ്റ് നേരത്തെ മാത്രമേ കിട്ടിയുള്ളൂ. അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കോഴ്സായിട്ട് ഇന്നലെ 2 മണിക്കൂറോളം എടുത്ത് സംസാരിച്ച് എല്ലാവരും ജീവിതത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടാണ് പോയത്. അപ്പോൾ അത് അവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണം കുറേ കാലങ്ങൾ ഉണ്ടാവും. അത് എത്തുന്നത് വരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് തീരുമാനിച്ചത്. ഇപ്പൊ ജീവിത വിജയത്തിന്റെ രഹസ്യം അറിയണമെങ്കിൽ എന്തായിരിക്കണം എന്നൊക്കെ ആ ക്ലാസ്സിൽ കൃത്യമായി പഠിപ്പിക്കുകയും വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ആ ക്ലാസ് വയ്ക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, സ്വയം മാറാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി. മറ്റുള്ളവർക്ക് പെട്ടെന്ന് പോകാം, വെറുതെ സമയം കളയേണ്ട. അതുപോലെ തന്നെ ഇവിടെയും ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളെല്ലാവരും വലിയ മാറ്റത്തിന് വേണ്ടി വരുന്നവരാണ്. അത് നിങ്ങൾ അത് വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോ ദിവസവും അറിയുമ്പോൾ ചിലവർ പറയണു, പറയാൻ പറ്റുന്നത്രേ പറയാൻ ഒരു എണ്ണം 1, 2, 3, 4 ഒക്കെ ആണെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലാണ് തൊട്ടതെല്ലാം പൊന്നാകുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പറയാനൊന്നും കിട്ടില്ല. അത് ഭാഗമായി മാറും ജീവിതത്തിന്. അങ്ങനെ ആയിരിക്കണം. അതാണ് ജീവിത ആത്മസംതൃപ്തി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതിൽ ഒരു സന്തോഷം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. അത് സംജാതമാവട്ടെ എല്ലാവർക്കും എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുമ്പോഴും ഞാൻ പറയുന്നതിൽ തിരുത്ത് ഉണ്ട്. ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനല്ല ശ്രമിക്കുന്നത്, ഞാൻ സ്വയം പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു ക്യാമറയുടെ മുമ്പിലാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മറ്റുള്ളവർക്കും കൂടി ആരെങ്കിലൊക്കെ കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എന്നുള്ളത്. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ഒരാളല്ല. നമ്മളും പറയുകയാണ്, നമ്മളും പഠിക്കുകയാണ്. കാരണം നമ്മളുടെ തത്വപ്രകാരം നമ്മൾ ഒരു കാര്യം എത്ര തവണ പറയുന്നുവോ അത്രയും തവണ നമ്മളിലേക്ക് അത് ആവാഹിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മളിൽ അത് പതിക്കും എന്നാണ് പറയുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് 1, 2, 3, 4 തവണയൊക്കെ അതേ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മറ്റൊന്നിനുമല്ല, മാറ്റം അവനവനിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ആ അവനവൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളും അവനവനിൽ പെട്ടു എന്ന് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ ഇവിടെ റിസൾട്ടുകൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരത്ഭുതവും ദിനേശ് മുങ്ങത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒരത്ഭുതവും ഞാനായിട്ട് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് നിങ്ങളിലേക്ക് പകർന്നു നൽകുമ്പോൾ നിങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ഞാൻ അതിനകത്ത് ഒരു കാരണക്കാരൻ മാത്രമാണ്. ജസ്റ്റ് നമ്മുടെ വെള്ളം ഒഴുകുമ്പോൾ ഒരു പൈപ്പ് എങ്ങനെയാണോ ഉള്ളത്, ഒരു ടാപ്പ് എങ്ങനെയാണോ ഉള്ളത്, അതുപോലെ മാത്രമേ ഉള്ളൂ. നമുക്ക് അത്രേ കടമയുള്ളൂ ഇവിടെ. അല്ല നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവുന്നതോ നിങ്ങൾ തന്നെ പറയുന്ന റിസൾട്ടുകളാണ്. ഞാൻ ആരോടും ഇന്ന റിസൾട്ട് വന്ന് പറയണമെന്നൊന്നും പറയാറില്ല. നിങ്ങൾക്ക് ലഭിച്ചത് പറയുന്നു. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു. അവരും അത് കേട്ട് വരുന്നു, അവർക്കും പ്രചോദനമാകുന്നു. അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അപ്പോൾ അവർക്കും പ്രചോദനമാകുന്നു. അങ്ങനെ ഒരു സമൂഹത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രചോദനമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന. ഓരോ ദിവസവും ഓരോ ടെക്നിക്കുകളായിട്ട് വരുന്ന വേറൊന്നുമല്ല, ഇതൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കുകളായിട്ട് വരുന്നത് തന്നെ ഒരു ടെക്നിക്കാണ്. കാരണം ഓരോ ടെക്നിക്കൽ കൊണ്ട് ഓരോ ആളുടെയും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ വിജയിച്ചു വന്നു. 1,00,000 പേര് കാണുന്ന ഒരു വീഡിയോയിൽ നിന്നും 10 പേർക്ക് ഗുണകരമായി മാറിയാൽ അത് റിസൾട്ടാണ്. ബാക്കി 99,990 ആൾക്കാർക്കും ഇന്ന് ലഭിച്ചില്ലെങ്കിലും അവർക്ക് നാളെ ലഭിക്കും. അത് സത്യമാണ്. കാരണം അവര് അത്രത്തോളം വിശ്വസിച്ച് ചെയ്താൽ എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുള്ളത് പറയാം. കാരണം ഹാപ്പിനെസ് മാസ്റ്ററിയിൽ എപ്പോഴും ഹാപ്പിനെസ്
എവിടെ നിന്നൊക്കെ ലഭിക്കുന്നു അത് മുഴുവൻ സ്വീകരിക്കും. ഇങ്ങോട്ട് പോരട്ടെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഹാപ്പിനെസ് ആണ് കേൾക്കാൻ ഇഷ്ടം. മറ്റൊന്നും കേൾക്കാൻ ഇഷ്ടവുമല്ല. കാരണം നമുക്ക് ഇഷ്ടമല്ലാത്തതിനെ ഈ ചെവിയിലെ കേട്ട് ഈ ചെവിയിലെ വിടുന്നത് കൊണ്ട് നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ കയറി പിടിക്കും. കല്യാണ സദ്യക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവം നമ്മൾ ആദ്യം ചോദിച്ചു മേടിക്കുന്ന പോലെ ഹാപ്പിനെസ് ഇങ്ങോട്ട് പോരട്ടെ എന്നാണ് എവിടെ പോയാലും പറയാനുള്ള. സന്തോഷം എവിടെയുണ്ടോ അവിടെ ഞാനുമുണ്ട്. എനിക്ക് പൂർണ്ണമായും അത് മാത്രമാണ് ഇഷ്ടം. എവിടെയൊക്കെ ചിരിക്കുന്ന മുഖമുണ്ടോ അവിടെ ഈ മുഖവും ചിരിച്ചുകൊണ്ട് നിൽക്കും. എവിടെയൊക്കെ കരയുന്ന മുഖമുണ്ടോ അവിടെ ഒരു കൈത്താങ് നൽകിയിട്ട് അങ്ങ് പുക്കളെ അവിടെ നിൽക്കില്ല. അവിടെ ചിരിക്കാനും നിൽക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആർക്കൊക്കെയാണ് ഹാപ്പിനെസ് ഷെയർ ചെയ്യാനല്ലോ പറഞ്ഞു? സുധ അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ഇല്ല, അൺമ്യൂട്ടായില്ല, അൺമ്യൂട്ടായില്ല. സുധ അൺമ്യൂട്ട് ആയില്ല. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് മുഴുവൻ ചെലവായി. കാരണം സാറ് പറഞ്ഞ IR5 സിറ്റുവേഷൻ ഞാൻ തുടരെ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ചെന്ന് ഊണൊക്കെ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഞാൻ അത് പ്രാർത്ഥിച്ചു, അന്നപൂർണേശ്വരിനെ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് മുഴുവൻ ചെലവായി. അപ്പൊ തന്നെ സാറിന് നന്ദി പറഞ്ഞു, പ്രകൃതി ശക്തികൾക്ക് നന്ദി പറഞ്ഞു. ഭയങ്കര സന്തോഷായി സർ. ഇന്ന് ഫുഡ് മുഴുവൻ ചെലവായി. എന്ത് ഫുഡാണ് സുധ ചെയ്യുന്നത്? ഞാനൊരു ലേഡീസ് ഹോസ്റ്റൽ നടത്തുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് ടൈം എനിക്ക് രാവിലെ ഒരു ഊണ്, അതിലൊരു മീൻകറി, ഒരു പച്ചക്കറി, ഒരു ഉപ്പേരി, പപ്പടം, അച്ചാറ്, കൊണ്ടാട്ടമുളക്, അങ്ങനെ പൊതിച്ചോറ് ഓഫീസുകളിൽ എത്തിച്ചു കൊടുക്കും. ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ തന്നെ കൊണ്ടു കൊടുക്കും ആവശ്യപ്പെടുന്നവർക്ക്. ഓ ശരി, ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണല്ലേ? അതെ അതെ. ഒരു സന്തോഷം എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്, വിളമ്പി കൊടുക്കണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടത്തിലുള്ള സന്തോഷം കൊണ്ട് ചെയ്യണത്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലതല്ലേ? എത്രയോ ആൾക്കാരുടെ വയറും നിറയും, മനസ്സും നിറയും, സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്യും. സന്തോഷം, നല്ല കാര്യം. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു 2 മാസം മുൻപ് ഞങ്ങളെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയൊരു പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീട്ടില് ഏതോ ഒരു സ്ഥലത്ത് വെച്ചതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ഭാഗവും നോക്കിയിട്ടും കണ്ടില്ല. 3500 രൂപയാണ്. അപ്പൊ സർപ്രൈസ് എന്ന് പറയാനുള്ളത്, വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് അത്യാവശ്യം ഒരു എലി ഇങ്ങനെ വന്ന് എപ്പോഴും അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിച്ച് വിളക്ക് തിരികളൊക്കെ എടുത്ത് കടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അളമാരിന്റെ മേലെ വെറുതെ ഇങ്ങനെ ഒരു ബോക്സ് തപ്പിയപ്പോഴ് അതിൻ്റെ അകത്ത് ഈ കഷ്ണം പേപ്പർ കാര്യങ്ങളൊക്കെ നുറുക്കിയിട്ടിട്ട് ഈ പൈസ ഇങ്ങനെ കിടക്കുന്നത്. 2-3 മാസം മുൻപേ കാണാതായ ഈ പൈസ 3500 രൂപ ഇങ്ങനെ ചെതറി കിടക്കുന്നു അളമാരിന്റെ മുകളിൽ. അപ്പം വല്ലാത്തൊരു ഇതായിട്ട്, ഇത് ഏത് പൈസയാണല്ലോ, കാരണം വിളക്ക് കത്തിക്കുന്ന ആ ഫോട്ടോന്റെ ബാക്കിലൊക്കെ പൈസ വെക്കാറുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ കടിച്ചു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇടുകയാണെങ്കിലും പൈസ പിന്നെ ഇങ്ങനെ നോക്കിക്കളയൂലേ. അപ്പൊ അത് ആ ഒരു സംശയം തോന്നി. അപ്പൊ പൈസ ഒന്നും ചെയ്തില്ല, ബാക്കി പേപ്പറിന്റെ തുണ്ടും എല്ലാ സംഗതികളും അതിലുണ്ട്. അത് നുറുക്കിയിട്ടിട്ടുണ്ട്. പൈസ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു, കണ്ടപ്പോ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിപ്പോയി. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് തീരെ പ്രതീക്ഷിക്കാതെ സാറിനോട് എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയത്. പവറായിട്ടാണ് ഞാൻ കാണുന്നത്. മെഡിറ്റേഷന്റെ പവർ അല്ലേ? അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് 4:30 മണിക്കൊക്കെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ഈ പറഞ്ഞതുപോലെ 5:30 വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ വിളക്കൊക്കെ കത്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിശ്വാസം കൊണ്ട് തന്നെ എനിക്ക് അതിൽ തന്നെ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഇതും കൂടെ സാറിന്റെ ഈ ക്ലാസ്സും കൂടെ കേൾക്കുന്നുണ്ട്, ഒരുപാട് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. വിശ്വനാഥന്റെ സാർ കൊറേ സാറിനോട് പറയണം വിചാരിച്ചിട്ട്, പിന്നെ ഞങ്ങളൊന്ന് വീട് വിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാറിന്റെ അടുത്ത്. അത് പിന്നെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് പിന്നെ ഒന്നും അവർക്ക് പിന്നെ അത് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ അത് നടക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വീടിപ്പോ കൊടുക്കണില്ല എന്ന് വെച്ചു. ഞങ്ങൾ അടവ് അടച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. സാറിന്റെ ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങിയ ശേഷം വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് വലിയൊരു സന്തോഷം. വലിയ സന്തോഷം. അത് കേൾക്കുമ്പോ വളരെ സന്തോഷമുള്ള കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യം.
സാർ ഞാൻ പറഞ്ഞോട്ടെ സാർ. വളരെ മോള് സന്തോഷം. ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മോള് ലവീന. പങ്കെടുക്കുന്നുണ്ടോ? ആ, അവൾക്ക് മെഡിറ്റേഷനും പിന്നെ 212 സാറിന്റെ ക്ലാസ് എല്ലാനും പിന്നെ ഞാൻ കണ്ടിരുന്നു. ശരിയാ ഞാൻ കണ്ടിരിക്കാം. ശരിയാ. മോളാണ്. എന്താന്ന് വെച്ചാല് ഞാൻ നിങ്ങൾ രണ്ടുപേരും നിന്നപ്പോൾ അന്ന് വീടിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാതിരിക്കും. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ആ വീട് നിങ്ങളെ സത്യം പറഞ്ഞേ നിങ്ങളുടെ നാട്ടിലുള്ള അവസ്ഥയായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ വീട് വിറ്റ് മാറിപ്പോകൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ നാട്ടിൽ കോമൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരിക്കലും നമ്മള് ഒരു കാരണവശാലും എന്ത് തന്നെ ആയാലും ആരൂഢം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭവനത്തെ വിറ്റ് പോകുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല. അത് കുറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിപ്പോ ഞാൻ പറയണില്ല. ഞാൻ ഇന്ന് ഞാൻ പറയാതെ ഇപ്പോ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പറയാണ്. ഇന്ന് ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ച ഈ ഒറ്റ കാര്യമാണ്. ഈ വീട് വിൽക്കാനും സ്വത്ത് വിൽക്കാനും ശ്രമിക്കുന്ന ആൾക്കാരോട് ഒരു ദിവസം അതിനെപ്പറ്റി പറയണം എന്നുള്ളതാണ്. കാരണം വെച്ചാല് വളരെ 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 സ്വപ്നം കണ്ടിട്ട് അല്ലെങ്കിൽ വളരെ വളരെ ആലോചിച്ചിട്ട് എന്താ പറയുക അത്രയും ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരാളുടെ സ്ഥലമോ വീടോ ഒക്കെ ഉണ്ടാക്കുന്നത്. കാരണം അതൊക്കെ ജീവിതത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എത്ര കാശുകാരനായി കഴിഞ്ഞാലും ഭവനം ഒക്കെ കുറെ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും. അതൊരു മനുഷ്യന്റെ വേറെ ഒരു സംഭവമാണ്. പക്ഷെ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് അത്രയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ എപ്പോഴും ആലോചിച്ചു, ചിലപ്പോ എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. ചിലപ്പോ നമ്മളുടെ നല്ലത് സംഭവിക്കേണ്ടത് ആ വീട്ടിലാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പരീക്ഷണ ഘട്ടത്തോട് കടന്നു പോകുന്നത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ. ആ വീട്ടിൽ നിന്നും നമുക്കൊരു പരീക്ഷണം, നമുക്ക് എപ്പോഴും പറയണം, നമ്മൾ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ആ പരീക്ഷണത്തെ തരണം ചെയ്യാൻ പറ്റാത്തതല്ലേ നമ്മളുടെ ഏറ്റവും വലിയ പരാജയം. അല്ലാതെ ആ വീടോ അല്ലെങ്കിൽ ആ മറ്റു സംഭവങ്ങളോ ഒന്നുമല്ല അവിടെ പരാജയപ്പെടുന്നത്. നമ്മുടെ മനസ്ഥിതിയാണ് പരാജയപ്പെടുന്നത്. അപ്പൊ അതൊരിക്കലും തെറ്റായ രീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതിനെപ്പറ്റി ഒരു ദിവസം എന്തുകൊണ്ട് വിൽപ്പന നടക്കുന്നില്ലെന്നും വിൽക്കാതാവാനുള്ള കാരണം എന്താണെന്നതിനെ പറ്റിയിട്ട് ഞാൻ കുറെ നേരം ആലോചിച്ചു. അപ്പൊ അതിനൊരു കൺക്ലൂഷൻസ് ഒരു ഐഡിയ കിട്ടി. പക്ഷെ അത് ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ കണക്ട് ചെയ്ത് ഒരു ദിവസം പഠിപ്പിച്ചു തരണമെന്ന് കരുതിയിരിക്കുകയാണ്. അതായത് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുമുണ്ട്, സ്ഥല വിൽപ്പന എങ്ങനെ നടത്താം എന്നുള്ളത്. കാരണം വെച്ചാൽ അത് വിൽപ്പനക്ക് ചെയ്യേണ്ട ചില ഘടകങ്ങളുണ്ട്. അത് ചെയ്യുന്ന പൊതുവെ കുറവാണ് ആൾക്കാർ, അതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. പക്ഷെ എന്തായാലും സന്തോഷം, ഇത് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പേര് ഞാൻ മറന്നുപോയി. ഒരു കാര്യം കൂടി പറയാണ്ടേ? പറഞ്ഞു. നിങ്ങൾ പിന്നെ ഒരു കട ഇട്ടിട്ട് ഒരു റൂം എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ ചെറിയ ചായപരിപാടിയും ചില്ലി ചിക്കന്റെ അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി തുടങ്ങണമെന്നുണ്ട്. മോനിങ്ങനെ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ മകനെ. അപ്പൊ അവനിങ്ങനെ ചെറുതായിട്ട് സബ്സിഡിയോട് ഒരു ലോണ് കിട്ടും. അപ്പൊ അതങ്ങനെ തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല കാര്യം, ഒരിക്കലും സംശയമില്ല, നിങ്ങൾ തുടങ്ങാം. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇവരെവിടെ വിശ്വനാഥൻ എവിടെ തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാൻ എൻ്റെ ഒരു ഹമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് പറയാം. ആത്മാർത്ഥമായി നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിലൂടെ രക്ഷപ്പെടാം. ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ കുറച്ച് പണിയെടുത്ത് ബാക്കി സമയത്ത് വെറുതെ ഇരിക്കൽ പരിപാടി കൊണ്ട് എന്തെങ്കിലും ആയിക്കളിയുമെന്ന് വിശ്വസിച്ചാൽ തെറ്റാണ്. ആത്മാർത്ഥമായി പ്രവർത്തനം വെച്ചാൽ ഇപ്പൊ നേരത്തെ സുധ പറഞ്ഞ പോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇന്ന് വിറ്റുപോയതിന് നന്ദി എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഒരു ചില്ലി ചിക്കന്റെ പീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നന്ദി പറഞ്ഞ് കൊടുത്തോളൂ. നിങ്ങൾ വെച്ചടി അവിടെ കയറും. അല്ല ഓരോ പ്ലേറ്റ് എടുത്തുകൊള്ളുമ്പോൾ പ്രാഗിട്ടാണ് പോകുന്നതെങ്കിൽ അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരോടും പറയാനുള്ള ഒരു ചെറിയൊരു ഹമ്പിൾ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ആത്മാർത്ഥമായി നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് അത് മതി രക്ഷപ്പെടാനായിട്ട്. രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. നല്ലവണ്ണം നോക്കി ചെയ്തോളൂ. താങ്ക് യു. രാധാ ദിനേശ് പറഞ്ഞു. അതെ, ഞാൻ ഇന്നലെ 2020 മെഡിറ്റേഷന്റെ രാത്രി ചെയ്യുമ്പല്ലേ എന്റെ വലത്തേ കാലുണ്ട് ഒറ്റ തെറിക്കില് പെട്ടെന്ന്. തെറിച്ചോ? തെറിച്ചു. നോക്കുമ്പോ അവിടെ ഉണ്ട്, കാലവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായി. പിന്നെ ഇന്നത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖം തന്നെ. ഞാൻ ഇങ്ങനെ എയറിലിങ്ങനെ ആടി കളിക്കായിരുന്നു. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല സുഖം. ഞാൻ ഇന്നലെ കണ്ട ആ വിഷ്വലൈസ് ഒക്കെ എനിക്ക്
നടക്കുകയാണെങ്കിൽ അത്രയും വലിയ സ്വപ്നമാണ്. നടക്കും തന്നെ വിചാരിക്കുന്നു കേട്ടാ, നടക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഇന്ന് ഗുരുവായൂർ പോയപ്പോല്ലേ വേറെ അനുഭവം ഉണ്ടായി. അമ്പലത്തിലേക്കൊന്നല്ല പോയത്, നടക്കിലേക്ക് വേറൊരു ആവശ്യത്തിന് പോയപ്പോ വെളക്കുംകാലിന്റെ അവിടെ നിന്ന് തൊഴാൻ പോയതാ. അപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് എന്നെ തോണ്ടിയിട്ട് എന്നോട് 10 രൂപ ചോദിച്ചു. 10 രൂപ എന്നല്ല, എന്തെങ്കിലും തരണം, എന്റെ കുടുംബ ക്ഷേത്രത്തിലെ ഉത്സവമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ വീട് ചോദിച്ചു, പറഞ്ഞു മമ്മിയൂരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും മമ്മിയൂരാണല്ലോ, അപ്പൊ എവിടെയാ ആ ക്ഷേത്രം എവിടെയാ വെച്ച് പറഞ്ഞു. അല്ല ഞാൻ അവിടെ വാടകയ്ക്കാണ്, എന്റെ നാട്ടിലാണ്. പക്ഷെ അതൊന്നല്ല കാര്യം, അതെന്നെ തോണ്ടുമ്പോ എനിക്ക് വൈബ്രേഷൻ ഉണ്ടാവുക. ആ സ്ത്രീ എന്നെ തൊടുമ്പോ ഒരു വൈബ്രേഷൻ ഉണ്ടാവുക. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സ് പോകുന്നുണ്ട്, ഇത് എന്തത് ഈ ഒരു പ്രത്യേക തരം ഫീലിംഗ്. അപ്പൊ ആ സ്ത്രീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എനിക്കൊരു സംശയം. ഞാൻ അതന്നെ ഇങ്ങനെ ഓർത്ത് 2-4 പ്രാവശ്യം എന്നെ തൊട്ടു. അതിന് എന്നെ തൊടേണ്ട ഒരു ആവശ്യമില്ലേ പൈസ ചോദിക്കുമ്പോ? സാധാരണ അങ്ങനെ നമ്മളെ തൊട്ടിട്ടൊന്നല്ലല്ലോ ചോദിക്കുക. അപ്പൊ അത് എന്നെ വീണ്ടും തൊടുമ്പോ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തേലും കുഴപ്പമുണ്ടോ? ഞാൻ വണ്ടി എടുത്തതല്ല. സാറെന്താ ചിരിക്കല്ലോ, പറയില്ലല്ലോ സാറേ? എന്താ എനിക്ക് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിന്റെ. സജീവേ 10 മിനിറ്റ് സജീവനെ ഞാൻ അങ്ങോട്ട് നിർത്തും, ഒറ്റ അക്ഷരം ഉണ്ടരുത്. പിന്നെ എന്റെ മോൻ പറയണേ സാറേ, അവൻ പറയണ അമ്മ എന്താ കുറെ നേരം എഴുതണ കാണാ, കുറെ നേരം വായിക്കണ കാണാ, കുറെ നേരം പഠിക്കണ കാണാ, കുറെ നേരം വാതിലടച്ച് മെഡിറ്റേഷൻ ചെയ്യണ. അമ്മ എനിക്ക് വല്ല കൂടോത്രം ചെയ്യാണ്, എനിക്ക് ദേഷ്യമേ പോയിരുന്നു. കൂടോത്രം ചെയ്താൽ ദേഷ്യം പോകും? ദേഷ്യം കൂടുതൽ. ഇത് ഏതാ മോൻ? അവനെ എനിക്കൊന്ന് കാണണമല്ലോ. അവന്റെ ചിന്താഗതി, അവർക്ക് 10-28 വയസ്സായ പിള്ളേരാണ്, അവർക്കൊന്നും ഇതിൽ വിശ്വാസല്ലേ. അമ്മ രാമ ജപിച്ച് കടം വീട്ടുന്നൊക്കെ എന്നായിട്ട് വെല്ലുവിളിക്കുന്ന ആളാ. അപ്പൊ ഞാൻ മനസ്സിൽ ഞാൻ വിചാരിക്കും ഒരു ദിവസം അവന് കാണിച്ചു കൊടുക്കണം എന്തായാലും. അതെന്തായാലും നടക്കുമെന്ന് ഞാൻ വിചാരിക്കും. അവ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു നടന്നോട്ടെ. പക്ഷെ അവൻ ദേഷ്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവൻ പറഞ്ഞുല്ലോ. അപ്പൊ നമ്മളുടെ ഈ വിദ്യക്ക് ഒരു ഫലം ഉണ്ടല്ലോ എന്തായാലും. അതില് സന്തോഷം. അത് അവൻ പറയുമ്പോ ഞാൻ കുറെ നന്ദി പറയും ഇരുന്നിട്ട്. അതന്നെ കാര്യം. നമുക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ഈ പറയുന്നത്. സന്തോഷം. ഒരാളും കൂടി സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ ഈ സജിത പറഞ്ഞോ. സാറേ നമസ്കാരം. ഞാൻ 17-ാം തീയതി ഒരു അഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മോളുടെ ഒരു ചെറിയ സർജറി ഉണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ ഇപ്പം താമസിക്കുന്നത്. അപ്പൊ മോളുടെ ഒരു സർജറി ഉണ്ട്, അഡിനോയിഡിന്റെ പ്രോബ്ലം ഉണ്ട് കുഞ്ഞിന്. 7 വയസ്സാവുന്നു. അപ്പം മോക്ക് ഒരു സർജറിക്ക് വേണ്ടി കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചായിരുന്നു 19-ാം തീയതി എനിക്ക് 50,000 രൂപ കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചായിരുന്നു. അപ്പൊ ഇന്ന് ഹസ്ബൻഡ് പറഞ്ഞു 40,000 രൂപ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഒരു ഡേറ്റ് ഇട്ട് ഞാൻ എഴുതി വെച്ചതായിരുന്നു 19-ാം തീയതി എനിക്ക് 40,000 രൂപ കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞു. ഒത്തിരി താങ്ക് യു സാറിന്, ഒരുപാട് നന്ദി. എനിക്ക് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ ഇപ്പം സാർ ഈ 17 സെക്കൻഡ് മെഡിറ്റേഷൻ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അങ്ങനെ മെഡിറ്റേഷൻ ടൈം ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആ സാർ ഇങ്ങനെ പറഞ്ഞപ്പം ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ഭാരമില്ലാതെ. ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഇതിനകത്തൊന്നും കൂടുതലൊന്നും അറിയത്തില്ല. സാറിന്റെ ക്ലാസ് കാണാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മനസ്സിന് എനിക്ക് കുറച്ച് മാനസിക ഡിപ്രഷനൊക്കെ ആയിരുന്നു. ഒത്തിരി മാറ്റമുണ്ട്. ഒരുപാട് നന്ദി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കുഞ്ഞിന്റെ നാളെ രണ്ട് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിന്റെ അഡ്മിഷൻ എടുക്കുവാണ്. ഹോസ്പിറ്റൽ ഹാസ്റ്റലിലാണ്. അപ്പം ഒന്ന് പ്രാർത്ഥിക്കണേ, ഒരു കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാം ഒന്ന് ശരിയാകാനായിട്ട്. പിന്നെ സാർ ഇപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ എന്റെ ഫസ്റ്റ് അഫർമേഷൻ എഴുതി വെച്ചിരിക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ വീടൊന്ന് സെയിലായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് മേടിക്കാനായിട്ടാണ്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. കാരണം സത്യമാണ്, അത് എല്ലാവരും ഒരു ആഗ്രഹത്തിന് ഉണ്ടാക്കിയതാണ്. പക്ഷെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മെയിനായിട്ട് അതായിരുന്നു എഴുതി വെച്ചത്. ഒരു 75 ലാഖിനത് കൊടുക്കാൻ പറ്റിയിരുന്നേലെന്നോർത്ത് വീട്. അപ്പം കുറച്ചൊരു 10-15 ലക്ഷം രൂപ കടമുണ്ട്. അത് വീട്ടിട്ട് ഞങ്ങൾക്ക് വേറെ വീട് മേടിക്കാനുണ്ട് എവിടെയായാലും, റോഡ് സൈഡിലോട്ടല്ലോ. അപ്പൊ സാർ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഭയങ്കര മാനസികമായിട്ടൊരു ടെൻഷനായി പോയി കേട്ടപ്പോ. അത് നമ്മൾ ഏണി വെച്ച് പിടിച്ചോളൂല്ലോ. ടെൻഷൻ അതിലേ പോയാൽ മതിയല്ലോ. ടെൻഷൻ അതിലേ പോയാൽ അത് കുഴപ്പമില്ല. സന്തോഷം പിടിക്കാനല്ലേ നമുക്ക് ഏണിയല്ല മറ്റേ വലിയ ഏണി വേണം. കുഴപ്പമില്ല. ഒന്നുകൂടി ചിന്തിക്കൂ. ഞാൻ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഒന്നുകൂടി ചിന്തിക്കൂ ഈ കാര്യത്തെ. 10-15 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ 100 വഴികളെ കണ്ടെത്താൻ സാധിക്കും. ഈ വഴികൾ മാറ്റി മറ്റു വഴികൾ ആലോചിക്കും. സിന്ധു പറയുന്നു, മോതിരവിരൽ 69 എഴുതിയതിന്റെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് 1000 രൂപ കിട്ടി, താങ്ക് യു എന്ന്
സിന്ധു പറയുന്നു. ഓക്കെ, ഇനി ഞാൻ സജീവിനെ വിളിക്കട്ടെ. സജീവേ, പറഞ്ഞോട്ടെ സാർ. ഞാൻ പിന്നെ മൂന്ന് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഞാൻ നമ്മുടെ ഇതിനകത്ത് എടുത്ത് ഞാൻ യൂട്യൂബിനകത്ത് എടുത്തായിരുന്നു കേട്ടോ. അതെടുത്ത് സേവ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുക. അങ്ങനെ എടുത്ത് ആ വെളുപ്പിനെ എന്ന് ഞാൻ ചെയ്യാറുണ്ട്. ചെയ്യുമ്പോൾ സാറേ ഈ നമ്മുടെ ചന്ദ്രനിനകത്ത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ചന്ദ്രനിന്റെ ഒരു പ്രകാശം എന്റെ നെറ്റിക്കോട്ട് വണ്ണം അടിക്കും. അതുകൊണ്ട് കാരണം അത് പ്രകാശം വന്നിട്ട് വല്ലായിട്ട് വന്നിട്ട് നമ്മുടെ ശരീരം മൊത്തം എനിക്കൊരു വല്ലാത്തൊരു അട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അത് ചില സമയത്ത് ഞങ്ങൾക്ക് നമ്മുടെ ശിവലിംഗം വന്നിട്ട്, അല്ലെ ശിവന്റെ രൂപം വന്നിട്ട് ആ നെറ്റിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് ഒരു പ്രകാശങ്ങൾ സത്യം ഒരു ഭയങ്കര ഇതാണ് ഉണ്ടാവുന്നത്. ശരീരത്തൊക്കെ എന്തെന്ന് അറിയാൻ പറ്റും സാറേ. എന്താ പറയുക, എന്തൊരു സാറല്ല പറയാനുള്ള വൈബ്രേഷൻ പറഞ്ഞ സത്യം അതേപോലെ എനിക്ക് അനുഭവപ്പെടുന്നത്. എന്താ എനിക്ക് സാറിനോട് പറയണം ഭയങ്കര താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നീ എന്റെ കയ്യിൽ നിന്ന് വഴക്കും കേൾക്കും, എന്നിട്ട് നിങ്ങൾ എന്നെ ചിരിപ്പിച്ചു. ഇതുപോലെ ഒരാൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും. എന്നെ പറഞ്ഞു കഴിയുമ്പോ എന്നെ ചിരിപ്പിക്കും, പറയാൻ തുടങ്ങുമ്പോ എന്റെ ദേഷ്യവും കേൾപ്പിക്കും. സാർ എന്തോ അറിയോ, എനിക്ക് ഒരു വിഷമമില്ല. ഓക്കെ, ശരി. താങ്ക് യു സാർ. അതായത് ഇപ്പൊ പറഞ്ഞ ബിജി പറയാണ്, നിങ്ങൾ ഈ 15 ലക്ഷത്തിന് വീട് വിറ്റ് പോകണമെന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്ന വിചാരിച്ചാൽ പോരെ. 15 ലക്ഷത്തിന് ലോട്ടറി അടിച്ചാൽ നിങ്ങൾക്ക് കടം തീർത്തിട്ട് വീട് വിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ സീത? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ? എത്ര അതിൽ ആ ഒരു ചെലവില്ലാത്ത ചിന്തയല്ലേ? വിശ്വസിച്ചുകൂടെ? ഒരു ലോട്ടറി അടിച്ചു എനിക്ക്, നമ്മൾ രണ്ടുപേരും, നിങ്ങൾ ഒരു ആര്യം ഭർത്താവ് രണ്ടുപേരും വിചാരിക്കും ലോട്ടറി അടിച്ചോ ചിന്തിക്കുന്നത് എന്താ കുഴപ്പം? ഇന്നലെ വീട് വിൽക്കാൻ ആലോചിക്കുന്നത് എത്ര 10,000 വഴികളുണ്ട്. കാശ് നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ 10,000 വഴികൾ തുറന്നു കിട്ടും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വഴിയിൽ തന്നെ പിടിച്ച് നിന്നുകളെ. ഈ വഴി ഇതേ ഉള്ളു വഴി, വേറെ ഒന്നുമില്ല, ഇതന്നെ ചെയ്തേക്കണം എന്ന് ചിന്തിച്ചാലേക്കും. അങ്ങനെയല്ല, ദൈവത്തിലേക്ക് അർപ്പിക്കുക, വഴി കാണിച്ചു തരൂ. കണ്ട വഴികളെല്ലാം നോക്കുക, നമ്മുടെ മനസ്സിൽ മുമ്പിൽ വരുന്ന എല്ലാ വഴികളും നോക്കാം. നമ്മൾ ഒരു വഴിയിൽ നമ്മുടെ പരാജയം അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. നമ്മൾ ഒരു വഴി പിടിച്ച് ഇത് നടന്നില്ലേ, എന്റെ ജീവിതം തീർന്നു. ചിലപ്പോൾ അതല്ല നിങ്ങളുടെ യോഗമെങ്കിലോ അത് വരില്ല. നിങ്ങൾക്ക് വിധിച്ചത് അതല്ലെങ്കിൽ ഒരിക്കലും അത് വരില്ല, എന്ത് ചെയ്തിട്ടും വരില്ല. മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അകത്ത് നിന്നും നമുക്കത് അതുമായി, അതാണ് നമ്മുടെ പുതിയ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം, ജീവിത വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവും നമ്മുടെ അവസ്ഥയും തമ്മിൽ അലൈൻഡ് ആവണം, ഒന്നായി തീരണം, എങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. ഇതങ്ങനെ ആവുമോ? നിങ്ങളിപ്പോ നിൽക്കുന്ന ഒരു വീട് വിറ്റിട്ട് അടുത്തൊരു വീട് എടുക്കാന്ന് നമുക്ക് അത്ര കണ്ട് സന്തോഷമുണ്ടോ? അത് ഒരിക്കലും ഉണ്ടാവില്ല, മനസ്സ് സമ്മതിക്കില്ല. അത് എത്ര വലിയ ആൾക്കാരായാലും ശരി, കിടന്നുറങ്ങിയ ബെഡ്, നിങ്ങളൊരു കാര്യം ചെയ്ത് എന്നും കിടന്നുറങ്ങുന്ന ബെഡിൽ നിന്ന് മാറി കിടക്കാൻ പറ, അന്നറിയാം കഥ. 2 ദിവസം ഉറക്കം ഉണ്ടാവില്ല. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച്, ഇതൊക്കെ ഇതിനൊക്കെ കുറെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന കുറെ വിശ്വാസങ്ങളുണ്ട്, അതിനകത്തൊക്കെ കണക്ട് ചെയ്തിട്ട് മാറ്റിപ്പിടിച്ചാൽ മതി. എല്ലാം നമുക്ക് സാധ്യമാവും. നമുക്ക് സാധ്യമാവാത്ത ഒരു കാര്യം ഈ ലോകത്തില്ല. നമ്മളത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇതൊന്നുമില്ല. ഇപ്പൊ മെഡിറ്റേഷനെ പറ്റി ഇവിടെ അഭിപ്രായം എല്ലാവരും നിങ്ങളിപ്പോ എത്ര ക്ലാസ്സിൽ വരാൻ തുടങ്ങിയ ശേഷം നമ്മളൊരു ചെറിയ മെഡിറ്റേഷൻ രാത്രിയും പകലും രാവിലെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്? മെഡിറ്റേഷൻ എന്താണെന്ന് കാണിച്ചു തരുന്നു. ഇത് അനുഭവിക്കുന്ന ആരാണ്? നമ്മളൊരു മ്യൂസിക്കോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നു. അനുഭവിക്കുന്ന അവനവനല്ലേ, അവനവനിൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുന്നത്, അല്ലാതെ മറ്റൊന്നുമില്ല. ഇതിപ്പോ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ രാധാ ദിനേശ് പറഞ്ഞ പോലെ തൊട്ടാൽ ഒരാൾ തൊടുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായത്? ഇതുവരെ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ എന്തോ ഒരു സാധനം നമ്മൾ മാറിയത് കൊണ്ടല്ലേ. ഇത് മറ്റാരും കൊണ്ടു തന്നിട്ട് ഇങ്ങനെ കൈപ്പിടിച്ച് തന്നിരുന്ന ഇതൊന്നും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നല്ലോ. അപ്പൊ നമ്മളുടെ അകത്ത് എന്തോ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റം നമുക്ക് ഗുണകരമായി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും. ഇപ്പൊ സജീവ് ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് സംഭവിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല, പക്ഷെ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. മുമ്പത്തെ ഞാനല്ല, അത് മാത്രമാണ്, അതാണ് സത്യം, അതാണ് വളർച്ച എന്ന് പറയുന്നത്, അതാണ് ഉയർച്ച. നമ്മൾ ഇന്നലെ ഉണ്ടായതിൽ നിന്നും എന്തോ ഒന്ന് നമുക്ക് മാറി. അതെന്താ? അതൊന്നും അറിയില്ല, എന്തോ മാറി. ഞാൻ പറഞ്ഞതൊക്കെ ഫലിക്കുന്നു, അല്ലെ ഞാൻ തൊട്ടതൊക്കെ വരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് തന്നെയാണ് മാറ്റം. അതിൽ പിടിച്ച് നമ്മുടെ ആവശ്യത്തിന്, അത് ഇന്നലെ പറഞ്ഞ നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം പറയുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ്. ആത്മസംതൃപ്തിയും ബോധവും ഉള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ജീവിതം സുഖമായിട്ട് പോകാൻ. നമ്മൾ ഈ പറയുന്നതെല്ലാം ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ പറയുന്നത്. എനിക്ക് 3000 കിട്ടി, 5000 കിട്ടി, ഇതൊക്കെ നിമിഷത്തേക്കുള്ള മാത്രമാണെന്ന് അറിയാം.
പക്ഷെ അത് കിട്ടേണ്ടതല്ല, അതൊക്കെ വേണം. അത് കിട്ടുമ്പോൾ എന്തോ ഒരു മാറ്റം അകത്തുണ്ടാവുന്നു. ആ മാറ്റത്തിലാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ ഇത്രയും പറഞ്ഞ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നത് അകത്ത മാറ്റമാണ്. ബോധപൂർവ്വം നമ്മുടെ മനസ്സിൽ മാറ്റാൻ പറ്റില്ലെങ്കിലും നേരെ ബ്രെയിനകത്തേക്ക് കയറും, അവിടെ മാറും. മനസ്സുകൊണ്ട് നമ്മളായിട്ട് വെച്ച കുറെ ധാരണകളുണ്ട്, അതിന് പൊളിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഈ സാധനത്തെ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അത് മാറ്റിക്കോളും. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ വരുമ്പോൾ ജോയിൻ ചെയ്യണം. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ജോബ് മെഡിറ്റേഷൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോ എത്ര പേർക്ക് ജോലി കിട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആളുടെ ജോലി ബെറ്ററായി. വെൽത്ത് മെഡിറ്റേഷൻ ചെയ്തപ്പോ എത്ര പേർക്ക് കാശ് കിട്ടി. കാശ് കിട്ടാത്തതാണോ എന്ന് വെച്ചാൽ കാശ് അനുഭവിക്കാൻ പറ്റിയില്ല, പലപ്പോഴും അറിയുന്നില്ലായിരുന്നു ഇത് കിട്ടിയതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്തപ്പോഴേ എത്ര പേര് ജീവിതത്തിൽ എന്താണ് നന്ദി എന്ന് മനസ്സിലായി. കണ്ടതിനൊക്കെ നന്ദി പറയാൻ എത്ര ആൾക്ക് പറ്റി. 100 കണക്കിന് ആൾക്കാരല്ലേ, 1-2 അല്ല. ഇപ്പൊ നമ്മളിപ്പോഴും നിങ്ങൾ ക്ലാസ്സിൽ വന്ന ഇത്രയും ആൾക്കാരുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യം എത്ര കണ്ട് മനസ്സിലായി. എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നന്ദി. ചിലപ്പോ നമുക്ക് ആ പണ്ടത്തെ ആ ചെറിയ സാധനം ഉണ്ടല്ലോ, നമ്മളൊരു സാധനം ഉണ്ടല്ലോ നമ്മളിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോ പറയാൻ മടി കാണിച്ച അസൂയ എന്ന് പറയുന്നത് നമ്മളിൽ ജന്മസിദ്ധമായി കിട്ടിയ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ പറയാൻ നമുക്ക് മടി ഉണ്ടാവും. പക്ഷെ അകത്ത് ഉണ്ടാവും ഈ സാധനം. ശോ, നന്ദി കേട്ടോ, അവര് ചെയ്തു തന്നല്ലോ എന്നുള്ള അകത്തുണ്ടാകും. അതിങ്ങനെ വരും. പക്ഷെ ചിലപ്പോൾ പറയുമ്പോൾ നമ്മുടെ ഈഗോ സമ്മതിക്കില്ല, അസൂയ സമ്മതിക്കില്ല. പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും, അവൻ എന്ത് വിചാരിക്കും. പക്ഷെ എന്നാലും അതവിടെ ഉണ്ടാകും. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, അകത്തുണ്ടാകും. അപ്പൊ നമ്മള് ഇതിങ്ങനെ ഓരോ 2020 എത്ര പേര് പറഞ്ഞു 2020 എന്താ സംഭവിക്കുന്നത്, എത്ര പേർക്ക് ആ റിസൾട്ട്. ഇതെല്ലാം നിങ്ങളിൽ അകത്താണ് മാറുന്നത്, മറ്റൊന്നുമല്ല, അകത്തുള്ള മാറ്റമാണ്. അതാണ് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എല്ലാവരും ഇപ്പൊ കുറച്ച് ദിവസമായി പറഞ്ഞപ്പോ ഈ ജോബിനുമായി ബന്ധപ്പെട്ട് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. ജോബ്, മക്കൾക്ക് ജോലി കിട്ടാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, ജോബ് മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ എൻഡ് ചെയ്ത് 10 മിനിറ്റിനകത്തേക്ക് ഓഫർ ലെറ്റർ വന്ന ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓഫർ ലെറ്റർ 10 മിനിറ്റ്, എത്രയോ ദിവസങ്ങളായിട്ട് ഒരു പിടിയില്ലാതെ നിൽക്കുന്നത് അത് കഴിഞ്ഞല്ലോ. മറ്റൊരാൾക്ക് ലിസി പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അവർ മകൾക്ക് പല അപ്പോയിന്റ്മെന്റും ചേഞ്ച് ചെയ്ത് പോവുകയും ജോബ് മെഡിറ്റേഷൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ കറക്റ്റായി കണക്ട് ചെയ്യും, ഒറ്റ ഇന്റർവ്യൂവിൽ പാസ്സാവുകയും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും ഈ ആഴ്ച വേറെ ആക്ടിവിറ്റീസ് ഒന്നും നമുക്കില്ല, ഈ ആഴ്ച തന്നെ ഒരു 3 മെഡിറ്റേഷൻ ഒന്നിച്ച് നമുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പറ്റുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ജോബ് മെഡിറ്റേഷൻ, മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് ജോബ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന്റെയും ഫലമാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്താൽ അതൊക്കെ ജോബിലാണ്. ഇപ്പോൾ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കായാലോ അല്ലെങ്കിൽ മക്കൾക്ക് ജോലി വേണമെന്ന് വിശ്വസിക്കുന്നവർക്കായാലോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഗുണകരമായി മാറുന്നതാണ് ജോബ് മെഡിറ്റേഷൻ. അത് ഓരോ ആളും എഴുതുന്നതിൽ വ്യത്യാസപ്പെടുത്തിയാൽ മാത്രം മതി. അതുപോലെ തന്നെ വെൽത്ത് മെഡിറ്റേഷൻ, കാശിന്റെ കാര്യത്തിൽ ആരും ഒട്ടും പിന്നില്ല. നിങ്ങൾക്ക് വെൽത്ത് മെഡിറ്റേഷൻ ഉണ്ടാക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് വെൽത്ത് മെഡിറ്റേഷൻ ഇപ്പൊ തന്നാൽ മാത്രമേ നമ്മുടെ കൊച്ചി പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള കാശ് ഉണ്ടാവുകയുള്ളൂ. അപ്പോ അത് വെൽത്ത് മെഡിറ്റേഷൻ ചെയ്യുക, കാശുണ്ടാക്കുക, എന്നിട്ട് കൊച്ചി പ്രോഗ്രാമിന് എത്രയും പെട്ടെന്ന് വരിക. എന്നിട്ട് അവിടുന്ന് ഞാൻ 2 അടിപൊളിയായിട്ടുള്ള സാധനം തരുന്നുണ്ട്. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ദിവസം ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇത് കേക്ക് ഇങ്ങനെ രാവിലെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നെന്ന് പറഞ്ഞ പോലെ സംഭവിക്കാൻ നിങ്ങൾക്ക് ഒറ്റക്ക് താങ്ങാൻ പറ്റാത്തതിന് സപ്പോർട്ടായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ കൊച്ചി പ്രോഗ്രാമിൽ തരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വെൽത്ത് മെഡിറ്റേഷൻ നമുക്ക് ഒരു ദിവസം ചെയ്യാം. ചെയ്തിട്ട് അന്ന് നിങ്ങൾ 2 കാര്യം, ഒന്ന് നിങ്ങളുടെ കാര്യം വെക്കുക, ഒന്ന് എന്റെ കാര്യം വെക്കുക. കാരണം സാറിന്റെ അടുത്ത് വരാൻ നിങ്ങൾക്ക് പൈസ ഉണ്ടാവട്ടെ എന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് ആ മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ വിചാരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡിന് ഇനിയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കുന്നവർ ഇനിയും കുറെ പേരാണ്. ഈ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ, ഞാനിപ്പോ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും കൂടുതലായിട്ട് എഴുതിയതും ആദ്യത്തെ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ്. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ, എവിടെയെങ്കിലും എത്തണമെങ്കിൽ, ഏത് അഫർമേഷൻ വർക്ക് ചെയ്യണമെങ്കിലോ, ഏതെങ്കിലും തലക്കകത്ത് എന്തെങ്കിലും നമ്മുടെ ന്യൂറോൺസ് വർക്ക് ചെയ്യണമെങ്കിലോ ഗ്രാറ്റിറ്റ്യൂഡ് അത്രയും വലിയൊരു വെപ്പൺ വേറെയില്ല. നന്ദിയുള്ളവരായിരിക്കുക, ആത്മാർത്ഥയായ കൃതജ്ഞതയുള്ളവരായിരിക്കുക. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു മെഡിറ്റേഷൻ ഒന്നുകൂടി ചെയ്യണം. അതുപോലെ തന്നെ ഒരു മെഡിറ്റേഷൻ ഞാൻ പബ്ലിക്കിലേക്കും തരുന്നുണ്ട്, ഫ്രീ ഓഫ് ആയിട്ട് പബ്ലിക്കിലും തരുന്നുണ്ട്. അത് മറ്റൊരു രൂപത്തിലുള്ള സാധനമാണ്. അതിനെല്ലാം ഞാൻ താമസിയാതെ പോസ്റ്റ് ഇടാൻ, നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇത് ഈ 3 മെഡിറ്റേഷനും കൂടിയിട്ട് ഒന്നിച്ച് 3 ദിവസം ചെയ്യാൻ എത്ര പേര് തയ്യാറാണ്? ഇവിടെ ഉള്ളവര് എത്ര പേര് തയ്യാറാണ്? 3 മെഡിറ്റേഷൻ 3 ദിവസം. അതായത് ജോബിന്റെ മെഡിറ്റേഷൻ, വെൽത്തിന്റെ ജോബ് കരിയറിന്റെ മെഡിറ്റേഷൻ,
വെൽത്തിന്റെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ 3 കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ചെയ്യാൻ തയ്യാറുള്ളവർ ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്ത് നോക്കട്ടെ എത്ര പേര് തയ്യാറാണെന്ന്. എമൗണ്ട് ഒക്കെ നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും ഉണ്ടല്ലോ. ലോ ഓഫ് അട്രാക്ഷൻ എന്താ കുഴപ്പം? എന്നും ഉണ്ട് ലോ ഓഫ് അട്രാക്ഷൻ, എപ്പോഴും ഓപ്പൺ ആണ്. 3 മെഡിറ്റേഷൻ നിങ്ങൾക്ക് തന്നെ വീണ്ടും വിട്ടു തന്നിരുന്നു. 3 മെഡിറ്റേഷനും നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഒന്നിച്ച് വെച്ചാൽ 3 ദിവസങ്ങളായിട്ട് ചെയ്യാം. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് നമുക്ക് മറ്റു ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, കഴിഞ്ഞ മെഡിറ്റേഷൻ ഞാൻ ഒരു PDF തന്നത് നിങ്ങൾ എല്ലാവരും ഡെയിലി പ്രാക്ടീസ് 30 ദിവസത്തെ പ്രാക്ടീസിന് വേണ്ടി തന്നിട്ടുണ്ട്. അതാരും എല്ലാവരും ചെയ്യണേ. അപ്പോ 3 മെഡിറ്റേഷൻ ഒന്നിച്ചു കൂടിയിട്ട് നമുക്ക് ചെയ്യാം. എത്ര ഫീസ് അടക്കുന്നു നമുക്ക് തീരുമാനിച്ചിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ ഒരു ദിവസം. ബുക്കല്ലേ, ബുക്ക് ഉണ്ടല്ലോ, ഓർഡർ ചെയ്താൽ കിട്ടും. ബുക്ക് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ആരാ ബുക്കിന് ചോദിച്ചാൽ ഒന്ന് നമ്പർ. സാറേ ഞാനെന്താ പറഞ്ഞത്, എനിക്ക് ബുക്ക് കിട്ടി കേട്ടോ സാറേ, നന്ദി. ഓക്കെ, വെരി ഗുഡ്. ബുക്ക് കിട്ടാൻ വേണ്ടവർ ഒന്ന് അഡ്മിൻ നമ്പർ വിളിച്ചോളൂ. അഡ്മിൻ ഒന്ന് നമ്പർ എഴുതി കൊടുത്താലും ബുക്കിന് വേണ്ടിയിട്ടല്ലോ. വേണ്ട ബുക്കുകൾ പോസ്റ്ററുകളൊക്കെ ഗ്രൂപ്പ്, നിങ്ങൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ, അപ്പൊ ഗ്രൂപ്പിൽ പോസ്റ്റ് വരും, അപ്പൊ നോക്കിയാൽ മതി കേട്ടോ. ഹലോ സർ. ലോ ഓഫ് ഹിപ്നോസിസ് എന്നാണ്. ലോ ഓഫ് ഹിപ്നോസിസ് എപ്പോഴും സ്റ്റാർട്ട് ആണ് ശില്പ, അത് ദാറ്റ്സ് ഓൺ നൗ. പുതിയ ബാച്ച് ഓൾറെഡി ഓൺ ആണ്, ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഈ ആഴ്ചയിൽ നമുക്ക്, ഈ ആഴ്ച നെക്സ്റ്റ് ആഴ്ചയിൽ ഹിപ്നോസിസും ചെയ്യും അവര്. അതുവരെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, അതൊക്കെ ഓൺ ആണ്. ഹലോ സർ. യെസ്, ഞാൻ ശ്രീദേവി സുധാകരൻ. 17-ാം തീയതി 17 സെക്കൻഡിന്റെ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം എനിക്ക് അന്ന് രാത്രി തുടങ്ങിയ പനിയാണ്. ഭയങ്കര പനി തുടങ്ങി. പനിന്ന് വെച്ചാൽ എണിക്കാൻ പോലും വയ്യാത്തത്ര പനിയായിരുന്നു. ഞാൻ പിറ്റേ ദിവസം മെഡിറ്റേഷൻ ഒന്നും ചെയ്തില്ല സാറേ. അത് കാരണം ഞാൻ ഇന്നാണ് ഞാൻ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. കുഴപ്പമില്ല, പനിയൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ, ഇരിക്കട്ടെ എന്ന് എടുക്ക്. അത് വരുമ്പോ നമ്മളവരോട് താങ്ക് യു പറഞ്ഞിട്ട് പോക്ക്. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. എനിക്ക് പനി വരുമ്പോൾ ഞാൻ അന്നേരം കരുതുന്ന ആരാന്നറിയോ? എന്റെ ആര് വീട്ടിൽ വന്നു എന്നറിയോ? ഒരു അതിഥി വീട്ടിൽ വന്നു. പക്ഷെ ഇപ്പൊ അതിഥിയെ ശ്രദ്ധിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ മറ്റു കാര്യങ്ങൾ തിരക്കാണ്. അതുകൊണ്ട് ഞാൻ ഗൗനിക്കേയില്ല. അതുകൊണ്ട് അയാൾ പോവുക എന്നാണ് ഞാൻ പറയാ. ഞാൻ കഥ എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഇപ്പൊ പറയാൻ പറ്റിയ സാഹചര്യമല്ല. ഏതായാലും പനിയൊക്കെ ഒരു ഭാഗമാണ്. പനി, ജലദോഷം ഇതൊക്കെ ഉണ്ടാവണം ജീവിതത്തിൽ, ഇല്ലെങ്കിൽ എന്താ രസമുള്ളത്? പക്ഷേ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇത് വരുന്നതിന്റെ കാരണം ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ലതാണത്, എല്ലാം നല്ലതിനാണ്. അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയ 3 ദിവസത്തെ മെഡിറ്റേഷൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാം. നിങ്ങൾ ഒരു ഫീസ് നമ്മൾ ഫിക്സ് ചെയ്ത് അങ്ങ് തരും, വലിയ എമൗണ്ട് ഒന്നും അല്ലാത്ത. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. പിന്നെ പോസ്റ്ററോ മറ്റു വരുമ്പോൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞ് നമ്മൾ ഇതാക്കുന്നില്ല, സമയം എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ സമയം പോകും നമ്മുടെ ക്ലാസ്. ഇന്നത്തെ കാര്യം പഠിക്കട്ടെ. അപ്പൊ അതുപോലെ തന്നെ കൊച്ചി പ്രോഗ്രാം മറക്കണ്ട. സീറ്റുകൾ അവിടെ കിട്ടാൻ, സീറ്റുകൾക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് അവിടെ തരാൻ പോകുന്ന ആ സംഭവത്തെ പറ്റി എനിക്ക് മുൻകൂട്ടി ഞാൻ പറഞ്ഞു. മുൻകൂട്ടി കുറച്ച് സമയം ഉണ്ടായാലേ അത് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവസാന നിമിഷത്തേക്ക് എടുക്കാൻ നിൽക്കരുത്. സുജാത ടീച്ചർ, കാലിന് പെട്ടെന്ന് സുഖാവും കേട്ടോ, ധൈര്യപൂർവ്വം നിന്നോളൂ, കാലിന് പെട്ടെന്ന് സുഖാവും. ഓക്കെ. പിന്നെ ബാക്കിയെല്ലാം കോഴ്സുകളെ പറ്റി ഞാൻ വീണ്ടും പറയണ്ടല്ലോ, എല്ലാം ഓണാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ആ ഫോട്ടോ, അതുകൊണ്ടാവും. അപ്പോ പെട്ടെന്ന് കൊച്ചി പ്രോഗ്രാമിൽ വരാൻ കൂടി തയ്യാറാവുക. പകുതിയിലധികം ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അഡ്മിൻ പറയുന്നത്. അതായത് നമ്മൾ അവിടെ ഉദ്ദേശിച്ച ആൾക്കാരുടെ പകുതി ഓൾറെഡി ഫില്ലായി. നമ്മൾ അനൗൺസ് ചെയ്തിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സീറ്റുകൾ എനിക്ക് തോന്നുന്നു മാക്സിമം 10 25-ാം തീയതി ക്ലോസിംഗ് ആയിരിക്കും. ഇപ്പോഴും ഫുൾ ആവും. അവസാന നിമിഷം പറയരുത് GPay ഫെയിൽ ആകുന്നു. ശരിയാണ്, GPay ഫെയിൽ ആകുന്നത് ഞാനും കണ്ടു. GPay ഫെയിൽ ആകുന്നത് എന്താണെന്ന് അറിയില്ല, ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ മതി, കിട്ടും. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ അയച്ചോളൂ, ബാങ്ക് അക്കൗണ്ട് നമ്പർ തരാം. നമ്മൾ അതിനിപ്പോ അയക്കുമ്പോഴേ ബാങ്ക് അക്കൗണ്ട് നമ്പർ അയച്ചോളൂ പ്രസി. അപ്പോ അതിനകത്ത് നമ്പറിൽ ആ ബാങ്കിലേക്ക് ഡയറക്റ്റ് ഇടാലോ. GPay ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇടാം കേട്ടോ. GPay എന്തോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര നെറ്റ്വർക്ക്, ബാങ്ക് ഷിഫ്റ്റ് ചെയ്താലും നെറ്റ്വർക്ക് ആവുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോ മറ്റ് കോഴ്സുകളൊക്കെ നോക്കിയിട്ട് എടുക്കുക. യെസ്, വെരി ഗുഡ്. 3 മണിക്ക് ജോബ് ഇന്റർവ്യൂ നാളെ 3 മണിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ടെക്നിക്ക് ഉപയോഗിച്ചോളൂ. ആ ടെക്നിക്ക് ഉപയോഗിച്ച് മോളോട് പൊക്കോളാൻ പറയും കേട്ടോ. കിട്ടട്ടെ. ഓക്കെ, ശരി. എന്നൊന്നും സംശയമില്ലല്ലോ, ഞാൻ ക്ലാസ്സിൽ കിടക്കട്ടെ. ക്ലാസ്സിനെ പറ്റി, കോഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ബാക്കിയെല്ലാം നിങ്ങൾ അഡ്മിനെ വിളിച്ചിട്ടൊക്കെ അന്വേഷിച്ചോളുക, ഡീറ്റെയിൽസ് കേൾക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 24/7 ഒരു 6 മണിക്കൂർ അവർക്ക് കൊടുക്കുക. അവർക്ക് ഉറങ്ങണം,
ബാക്കിയുള്ള സമയത്തെല്ലാം അവർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഏത് ക്ലാസ്സിൽ എടുത്താലും, പിന്നെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ക്രൂ മെമ്പേഴ്സ് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഉണ്ട്. ക്രൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ എന്ന് പറയുമ്പോൾ ബാക്കി പറഞ്ഞു തരാൻ പറ്റിയ ടീമുകളാണ് നമ്മൾ ഓരോ ക്ലാസ്സിലുള്ളത്. അതുകൊണ്ട് ആ ക്ലാസ്സുകളൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാനിരുന്ന് ആലോചിച്ചു, ശരി ഇത് ഞാനെന്ത് ഇവിടെ എനിക്കെന്താ റോളുള്ളതെന്ന് പറയുന്ന പോലെയാണ് ആൾക്കാർ അത്രയും നന്നായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ തന്നെ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്രയും നന്നായിട്ട് തന്നെ പോകുന്ന ടീം. ഓരോ ക്ലാസ്സിനെയും അത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാം. മാറ്റം ഉണ്ടാക്കുന്നതിന് എല്ലാവർക്കും സാധിക്കും എന്നുള്ളത് വീണ്ടും പറയാം, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടും. വെറുതെ പോകുന്ന വഴിക്ക് എന്നാലെന്ന് പോരട്ടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ കിട്ടില്ല, ഇവിടെ ഒന്നും കിട്ടില്ല. അങ്ങനെ വരണ്ട, അങ്ങനെയുള്ള താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരേ വേണ്ട. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവര് ശുദ്ധവും സത്യസന്ധവുമായി പോകുന്നവർക്ക് ഇവിടെ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട് എന്നാണ്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ഇനി പെന്നും പേപ്പർ എടുത്തോളൂ. ഇന്നത്തെ കാര്യം കുറച്ച് അറിയേണ്ട കാര്യം തന്നെയാണ്, മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ പറ്റിയാണ്. എല്ലാവരും ഉറക്കമുണ്ടല്ലോ, ഉറക്കമില്ലാതെ പരിപാടിയില്ല. പക്ഷേ ഉറക്കത്തെ പറ്റി പറയുമ്പോൾ ഞാൻ വീണ്ടും എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്, ഉറക്കം വിട്ടിട്ട് ഒരു പരിപാടി നിങ്ങൾ ആഗ്രഹിക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ക്യാപ്സൂൾ മറക്കരുതല്ലോ അല്ലെ. ക്യാപ്സൂൾ എടുത്തോളൂ, ഉടനെ കഴിച്ചോളൂ. പോരട്ടെ ക്യാപ്സൂൾ പോരട്ടെ. ക്യാപ്സൂൾ അടുത്ത കാലത്തെ ശക്തി കുറവാണല്ലോ. 300-255 ആൾക്കാരുണ്ട് ഇവിടെ. എത്ര ക്യാപ്സൂൾ വരുന്നത് കേട്ടെ. പുതിയ ആൾക്കാരോട് പറയാണ്, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നമ്മൾ ഇത് കഴിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഒരു ലഹരി വേണം അല്ലെ. എപ്പോഴും ലഹരി ഇല്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. അതുകൊണ്ട് ഒരു ലഹരി നമ്മളിവിടെ കണ്ടെത്തിയാണ്. ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഈ ഹാപ്പി ആൻഡ് റെഡി എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ട് നിങ്ങൾ കാണണ്ട. IR5 സിറ്റുവേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അത്രയും പവർഫുൾ ഒരു സാധനമാണ്. നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ഒരു നിമിഷം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം സന്തോഷത്തോടു കൂടി തയ്യാറായാൽ അവിടെ എന്തും നൽകാൻ പറ്റും, അവിടെ എന്തും സ്വീകരിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഒരാൾക്കൊന്ന് കൊടുക്കുമ്പോൾ അവരത് ആഗ്രഹത്തോടെയാണ് സ്വീകരിക്കുന്നതെങ്കിലോ എന്ത് രസമായിരിക്കും അല്ലെ. കൊടുക്കുന്നവരും ലഭിക്കുന്നവരും രണ്ടുപേർക്ക് രസമായിരിക്കും. ആ രസം നമുക്ക് ഇവിടെ ഉണ്ടാവണം. പോരാ കുറച്ചും കൂടി ഫാസ്റ്റ് ആവട്ടെ ടൈപ്പിങ്. പുതിയ കുറെ ആൾക്കാരുണ്ട് ക്യാമറ പിന്നിൽ നിൽക്കുകയും വെറുതെ നിൽക്കുകയും ചെയ്യുന്നവർ. നിങ്ങൾക്ക് ഞാൻ നമ്മൾ പറയുന്ന ഈ ടാബ്ലറ്റ്സ് ചെറുതാന്ന് കരുതണ്ട. നിങ്ങൾ കഴിക്കുന്ന ഏത് ലഹരിയേക്കാളും ഫലവത്തായ ലഹരിയാണ്. ഗിരിജയുടെ അഫർമേഷൻ ഞാൻ തന്നില്ല അല്ലെ, ഞാൻ മറന്നു. ശരിയാക്കാം. ഇന്ന് ഈ ക്ലാസ് പറയുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ നോക്കാട്ടോ. ഞാനത് മറന്നുപോയത്. മറവിയുണ്ട് കേട്ടോ, മറവി ഇല്ലാത്തൊന്നുമല്ല. ഞാനും മറവിയൊക്കെ ഉള്ള ഒരാൾ തന്നെ. യെസ്, പോരാ കുറേ ആൾക്കാരുണ്ട്. നിക്കിലേക്ക് കുറേ കഴിഞ്ഞിട്ടാണ് ടൈപ്പ് ചെയ്ത്. ഇന്നലെ ടൈപ്പ് ചെയ്ത് വെക്കേണ്ടതാണ് ഇവിടെ വരുമ്പോ തന്നെ. ഹാപ്പി ആൻഡ് റെഡി ആകുമ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ മുമ്പേ ടൈപ്പ് ചെയ്ത് വെക്കേണ്ട സാധനമാണ്. ഇപ്പൊ എടുത്തങ്ങ് വീശാനായിട്ട് സമയം എടുക്കരുത്. ഓക്കെ, ശരി. ബാക്കിയുള്ളവരെല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. ബാക്കി പോരട്ടെ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യത്തെ പറയണം. എന്തായിരിക്കും അത്? ഒന്ന് പറയാമോ? ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യം ഞാൻ പറയട്ടെ. എളുപ്പല്ലേ? 1, മൊബൈൽ ചാർജിന് വെക്കുക. 2ാമത്തത്, ബാത്റൂമിൽ പോയി മുഖമൊന്ന് കഴുകിയിട്ട് വരിക. 3ാമത്തത്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അല്ലേ, സുഖല്ലേ? ഇത്രേ ഉള്ളൂ. ഇത് പറയാനാണ് ക്ലാസ് എടുത്തത്. ഓക്കെ, എന്നപ്പോ ആർക്കും ചിരി വരുന്നില്ല അല്ലെ. അതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാനല്ലല്ലോ വന്നതല്ലേ. അതൊന്നും എന്റെ ഭാഗമല്ലല്ലോ അല്ലെ. അതൊക്കെ ഉള്ളതാണ്. സത്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. മൊബൈൽ ചാർജ് വെച്ചില്ലെങ്കിൽ രാവിലേക്ക് മൊബൈൽ ചാർജ് ഉണ്ടാവില്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ ദാഹിക്കും. പിന്നെ മുഖമൊന്ന് കഴുകി വന്നില്ലെങ്കിൽ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ പറയുന്നത് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടാണ്, നമ്മുടെ ബ്രെയിൻ റീപ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അകത്ത് നമ്മുടെ ആന്തരികമായ അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷനെ മാറ്റപ്പെടുത്താനുള്ള കാര്യത്തെ പറ്റിയിട്ടാണ്. മറ്റെല്ലാം ബാഹ്യമായ അതൊക്കെ വേണം, അതൊക്കെ അതിന്റെ രീതി നടക്കട്ടെ. ഞാൻ ഇപ്പോൾ പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹൗ ടു പ്രോഗ്രാം യുവർ സെൽഫ്, എങ്ങനെയാണ് നമുക്ക് നമ്മളെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ പ്രോഗ്രാമിന് ഏറ്റവും ലളിതവും ഏറ്റവും വളരെ സിമ്പിളുമായ 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ നമ്മളതിനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. ക്രിസ്ത്യൻ വിശ്വാസികൾ അത് മാതാവിന് മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോവുക എന്നൊക്കെ പറയും. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെയാണ്. അതെല്ലാം
ഈ പ്രാർത്ഥനകൾക്ക് മറ്റൊരു പേരുണ്ട്. ഏത് പ്രാർത്ഥനയിലെയും പറയുന്ന പേരാണ് അഫ്രിമേഷൻ എന്ന്. ഓരോ പ്രാർത്ഥനകളും അഫ്രിമേഷൻസുകളാണ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അത് അഫ്രിമേഷൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം മൈൻഡ് റീപ്രോഗ്രാമിംഗ് ബിഫോർ സ്ലീപ്പ് എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനും ഏതൊരു ബ്രെയിനും, നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനൊരു പ്രത്യേകത. എന്തിനാണ് ഈ ഉറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയമായ മറുപടി ഇറ്റ് വിൽ മേക്ക് ആൻഡ് ബ്രേക്ക് യുവർ ഇറ്റ് വിൽ എന്താ പറയാ, നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസിനെ എല്ലാം റീഅറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ ഉറങ്ങുന്ന സമയത്ത് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ എവിടെയൊക്കെ ബ്രേക്കായി കിടക്കുന്ന ന്യൂറോൺസുകളെ എല്ലാം അലൈൻ ചെയ്ത് കൃത്യമായി പാകപ്പെടുത്തി വെക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ സമയത്താണ്, ഉറങ്ങുന്ന സമയത്താണ് ഈ സെൽസുകളെല്ലാം വർക്ക് ചെയ്യുക. അവിടെ വേറെ നമുക്ക് ചെയ്യാനുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് സ്വയം ഹീലിംഗിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ആ ഹീലിംഗിന്റെ പവറാണ് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല എനർജി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നതും അവർ ഡിപ്രഷനിലേക്ക് പോകുന്നതും ആങ്സൈറ്റിയിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ബ്രെയിനിന്റെ ക്രാക്കായ അല്ലെങ്കിൽ പൊട്ടിപ്പോയുള്ള ന്യൂറോൺസുകളെ പരസ്പരം യോജിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള, അതിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ വിഷയം. അതുകൊണ്ടാണ് രാത്രിയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ ചെയ്യണമെന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ കണക്ക് കുറെ, എനിക്ക് സയന്റിഫിക് കണക്ക് ഒരുപാടുണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിൽസ് ആയി പോകുന്നില്ല, ഇത്ര ലളിതമായി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ദിവസത്തിൽ 6 മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ അതിൽ 1/4 സമയമാണ് ബ്രെയിൻ എപ്പോൾ തീറ്റ ഫ്രീക്വൻസിയിൽ പോകുന്നതും ഡെൽറ്റയിൽ നിന്ന് തീറ്റയിലേക്ക് പോകുന്നതും. അപ്പോൾ തീറ്റയിൽ പോകുമ്പോഴാണ് ഈ ന്യൂറോൺസുകളെ എല്ലാം അലൈൻ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂറോൺസ് എല്ലാം സെൽഫ് ഹീൽ ആകുന്നത്. അതുകൊണ്ടുമാണ് ഉറക്കത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഉറക്കത്തിന് മുമ്പ് മൊബൈലുകളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അതാണ്. ഞാൻ പലപ്പോഴും നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മൊബൈലിൽ കുത്തിയിരിക്കും. പലരോടും പറഞ്ഞിട്ടുണ്ട് പോയി കിടന്നുറങ്ങും, നിൽക്കരുത്. 11 മണിക്കും 11 മണിക്ക് ശേഷമൊക്കെ പാടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ആ സമയത്ത് ബ്രെയിനിൽ ഒരു വർക്കും കൊടുക്കരുത്. പ്രാർത്ഥനകളോ അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക്കോ കേൾക്കുന്നത് നല്ലതാണ്, കാരണം അതിൽ ബ്രെയിനിന് വർക്കില്ല. പക്ഷെ ബ്രെയിൻ വർക്കുകൾ രാത്രി ലേറ്റ് ആയി കൊടുക്കുന്നത് നല്ല കാര്യമല്ല. അപ്പൊ ചിലർ ചോദിക്കും, അപ്പൊ കുട്ടികൾ പഠിക്കുന്നതും വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് പഠിക്കരുത്, അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ളതാണ്. ലേറ്റ് നൈറ്റ് പഠിച്ച വലിയ കാര്യമില്ല, നിൽക്കില്ല. ഓക്കെ, അതിനെപ്പറ്റി അല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ പുനർനിർമ്മിക്കണം. നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുത്തുന്നതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ എനിക്ക് ഈ അവസ്ഥ പോരാ, എനിക്ക് മറ്റൊരവസ്ഥയെ മാറണം എന്ന് വെച്ചാൽ പുനർനിർമ്മിക്കണം നമ്മുടെ അവസ്ഥയെ. അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും നല്ല സമയമാണ്, ഒരു ഗോൾഡൻ ടൈമാണ് ഈ ഉറങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ ഉള്ള സമയം. ഇത് ചെയ്ത് 5 മിനിറ്റേ നിങ്ങൾക്ക് വേണ്ടു ഇത് ചെയ്യാനായിട്ട്. ചെയ്തു കഴിഞ്ഞിട്ട് സുഖമായി കിടന്നുറങ്ങിക്കൊള്ളുക, അല്ലെങ്കിൽ സുഖമായി കിടക്കുക. ഉറങ്ങുന്നത് അവിടെ സംഭവിക്കും. സുഖമായി കിടന്നുറങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഉറക്കം നമ്മൾ ചെയ്യുന്നില്ല. ഉറക്കം നമ്മൾ ചെയ്യേണ്ട, ബോധപൂർവം ചെയ്യേണ്ട, നമ്മളവിടെ കിടന്നു കൊടുത്താൽ മതി. അതിൽ ഭാരമില്ലാത്ത മനസ്സിൽ ഉറക്കം വരുമോ വരില്ലേ? നിങ്ങളുടെ മനസ്സിൽ ഒരു ഭാരവുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുമോ വരില്ലേ? ഒന്നും എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഭാരമില്ല നിങ്ങളുടെ മനസ്സിൽ, ഒരു ടെൻഷനും ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ കിടന്നാൽ ഉറങ്ങും അല്ലെ? നമ്മൾ ഉറങ്ങാത്തത് എന്തുകൊണ്ടാ? ടെൻഷൻ ഉള്ളത്. അപ്പൊ അതായത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഭാരമുള്ളതുകൊണ്ട്. ഭാരമുള്ള മനസ്സ് ഉറക്കത്തിലേക്ക് പോവില്ല. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മനസ്സ് എന്ന് പറയുമ്പോൾ ഇത് എന്താണെന്ന് കോംപ്ലക്സ് ഉണ്ടാവട്ടെ, ഇരിക്കട്ടെ, കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്രെയിനിനെ പറ്റി പറയാം. ബ്രെയിൻ ആണല്ലോ ഉറങ്ങുന്നത്. അപ്പോ ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാരമായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പോകുന്നത് മനസ്സിലെ എല്ലാ സാധനങ്ങളെയും ഇറക്കി വെക്കുക. എല്ലാത്തിനെയും ഇറക്കി വെക്കുക. ആണോ? പറ്റുമല്ലോ. ആ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ അപ്പുറത്ത് ബെഡ്റൂമിൽ ലെഫ്റ്റും റൈറ്റും 2 വേസ്റ്റ് ബോക്സ് എടുത്തു വെക്കുക. എന്നിട്ട് പറയാ, ലെഫ്റ്റിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിലെ ബോക്സിൽ ഇടുന്നു, റൈറ്റിലെ സാധനങ്ങളെല്ലാം റൈറ്റ് സൈഡിലെ ബോക്സിലേക്ക് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് മറ്റു 3 കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, ഇല്ലാന്നല്ല. നമുക്ക് അങ്ങനെയും ചെയ്യാം. എല്ലാം മനസ്സിന്റെ സൃഷ്ടി ആയതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഒന്നത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉപബോധ മനസ്സും അവബോധ മനസ്സും, ഉപബോധ മനസ്സും ബോധ മനസ്സും, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും
തമ്മിലുള്ള കണക്ഷൻ കൃത്യമായി ബിൽഡ് ചെയ്യപ്പെടുന്നത് ഇതിൽ നിന്നുമാണ്. അതായത് നമ്മൾ ബോധ മനസ്സിൽ നിന്നും നമ്മൾ ഉപബോധ മനസ്സിലേക്ക് പോകുന്ന അവസ്ഥയ്ക്കാണ് ഉറക്കം എന്ന് പറയുന്നത്. അതാണ് ഉറക്കത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം രാത്രിയാണ്. അതായത് ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് കടക്കുന്ന അവസ്ഥ. രാവിലെ നേരെ തിരിച്ച് ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് വരുന്ന അവസ്ഥ. അപ്പോൾ എല്ലാ പ്രോഗ്രാമിങ്ങും നടത്തപ്പെടേണ്ടത് എവിടെയാണ്? ഉപബോധ മനസ്സിലാണ്. അപ്പോൾ ബോധ മനസ്സിലുള്ളതിനെ മുഴുവൻ വിടുതൽ നൽകിയാൽ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ സമയത്ത് നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ വികാരങ്ങളെ വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ നമുക്ക് ഗോൾഡൻ ടൈം എന്ന് പറയും. ആത്മീയമായ, മാനസികമായ, സാമ്പത്തികമായ, ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സമയം വളരെ സഹായകരമായിരിക്കും. കാരണം നമ്മുടെ മസ്തിഷ്കം അതിനുശേഷം അതിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തിലേക്ക് അത് ആകർഷിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമാണെങ്കിൽ അതിനെ ആകൃതീകരിച്ച് അതിനെ ഒരു ഷേപ്പാക്കി മാറ്റിക്കൊണ്ട് ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇത് ഒരുപാട് റിസർച്ചുകൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരുപാട് എന്താ പറയുക, ഇതുപോലെ ശാസ്ത്രീയമായ വിശകലനങ്ങൾ നടന്നിട്ടുണ്ട്. ബ്രൂസി ലിഫ്റ്റന്റെയൊക്കെ ബയോളജി ഓഫ് ബിലീഫ്സ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. അതിൽ പറയുന്ന പേരാണ് സ്ലീപ്പ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സ്ലീപ്പ് പ്രോഗ്രാമിംഗ് ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നേവൽ ഗോഡ്ഡാർഡിന്റെ പുസ്തകം, റിസർച്ചുകളൊക്കെ മുഴുവൻ ഇതിനെ പറ്റിയാണ് പറയുന്നത്. അസ്യൂമിങ് ദ ഫീലിംഗ് ഓഫ് ദ വിഷ് ഫുൾഫിൽഡ് ബിഫോർ സ്ലീപ്പ് ആൻഡ് ദ യൂണിവേഴ്സ് ബിഗാൻ ടു മൂവ് ടു ബ്രിങ് ഇറ്റ് ടു ദ പാസ് എന്ന് പറയാം. അതായത് നമ്മൾക്കുള്ള ആഗ്രഹങ്ങൾ എന്താണോ അതിനെ ലഭിച്ചതായിട്ട് അസ്യൂം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സ് അതിനുള്ള തുടക്കം അവിടെ തന്നെ കുറിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യക്ഷമായ വാക്ക്. അപ്പോ നമുക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ്. ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിന് ലളിതമായി തന്നെ 3 കാര്യങ്ങൾ പറഞ്ഞു പോകാം. മറ്റു കാര്യങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 3 കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നു മുതൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി ചെയ്യേണ്ടത്. വളരെ ലളിതമായിട്ടുള്ള 5 ചെറിയൊരു പുസ്തകത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു നോട്ടിൽ മാത്രം ചെയ്യാൻ വരുന്ന 3 കാര്യങ്ങൾ എല്ലാവർക്കും സാധിക്കുന്നതാണ്. 3 കാര്യങ്ങൾ. ഒന്നാമത്, നിങ്ങൾ അന്നത്തെ ദിവസം സംഭവിച്ച 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളത്. 3 കാര്യങ്ങൾക്ക് മാത്രം നന്ദി പറയുക. 3-ലധികം പറയുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ഇതൊക്കെ എത്രയുണ്ടാവും അല്ലെ? ഇത് പറയുന്നത് 3 point ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയും. കൃതജ്ഞതയുടെ 3 ചിന്തകൾ. ഇന്ന് എന്താണ് എനിക്ക് സന്തോഷം നൽകിയത് അല്ലെ? ആ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് എന്താണ് എനിക്ക് സന്തോഷം നൽകിയത്? ആ കാര്യങ്ങളെ 3 കാര്യങ്ങളെ മനസ്സിലാക്കി മനസ്സിൽ ആവർത്തിച്ചു കൊണ്ട് പറയുക. നന്ദി, നന്ദി, നന്ദി. അത് ആരോഗ്യത്തിനാവാം, എന്റെ കുടുംബത്തിനാവാം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ലാഭത്തിനാവാം, അല്ലെങ്കിൽ സമ്പത്തിനാവാം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പുതിയ സൗഹൃദത്തിനാവാം, അല്ലെങ്കിൽ എന്നെ ആരൊക്കെയോ കേട്ടതിനാവാം. അങ്ങനെ XYZ എന്തുമാകാം. അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം ലഭിച്ചതിനാകാം, അല്ലെങ്കിൽ ഓഫീസിൽ നല്ലൊരു റെക്കഗ്നൈസേഷൻ ലഭിച്ചതിനാകാം, അല്ലെങ്കിൽ ഒന്നുമില്ല വീട്ടിൽ എന്തെങ്കിലും കളിച്ചിരികൾ നടന്നതിനാവാം. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. അതിൽ കൂടുതൽ ചെയ്യുന്നത് അത്രയും നല്ലത്. അല്ലെങ്കിൽ 3എങ്കിലും മിനിറ്റ്. അപ്പൊ അതിൽ പറയുന്ന പേരാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം പ്രാക്ടീസ്. എത്ര സമയം എടുക്കും? 2 മിനിറ്റ്. ആ ബെഡ്റൂമിൽ കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കിടക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ, സന്തോഷം, താങ്ക് യു എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും വിഷയം ചെയ്യാൻ പറ്റുമോ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? വളരെ ലളിതമായ സാധനം ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തേ. ചെയ്യാൻ പറ്റുന്നവർക്ക്. അല്ലെങ്കിൽ സാറേ ഗ്രാറ്റിറ്റ്യൂഡ് എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയുള്ളവരുണ്ട് പറയും സോറി ഐ കാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. യെസ് എല്ലാവർക്കും പറ്റും. എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യം തന്നെയാണ്. യാതൊരു കുഴപ്പം യാതൊരിതുമില്ല. അഥവാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പറ്റിയാൽ അല്ലേ, പറ്റിയാൽ ചെയ്താലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ചെയ്യുക. അറിയാൻ പറ്റുന്നതിൽ പറയുന്നവർ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുക.
അപ്പൊ ഒന്ന് ആരോഗ്യത്തിനാവാം, സമ്പത്തിനാവാം, സന്തോഷം, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. നമ്മുടെ ജീവിതത്തിന്റെ സുതാര്യത എന്ന് പറയുന്നത് നമ്മൾ നന്ദി പറയുന്നതിലൂടെയാണ്. നമ്മുടെ ഓരോ മനുഷ്യന്റെയും സുതാര്യത എന്ന് പറയുന്നത് അവൻ പ്രകടിപ്പിക്കുന്ന നന്ദിയിലൂടെയാണ്. അതിന് തത്തുല്യമായ വൈബ്രേഷനുകൾ നമ്മൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് ലോ ഓഫ് വൈബ്രേഷൻസ് പറയുന്നത്. നമ്മൾ ആ നന്ദി പ്രകാശിപ്പിക്കുന്നതിലൂടെ നമ്മൾ അതിനെ ആ വൈബ്രേഷൻ സൃഷ്ടിക്കുകയും അപ്പോൾ മുഴുവൻ ഒരു വണ്ടുകൾ എപ്രകാരമാണോ തേനുള്ള പൂവിൽ പോയി ഇരിക്കുന്നത് അതേ പ്രകാരം നന്ദിയുള്ള മനസ്സിൽ ചുറ്റുപാടുമുള്ള ആൾക്കാർ വന്ന് കുടിയേറി താമസിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ ചെയ്യുക. എന്താണ് വിഷ്വലൈസേഷൻ ചെയ്യുക? എന്തൊക്കെ നേട്ടങ്ങളാണ് എനിക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ? വീട് വെക്കലാണോ, സാമ്പത്തിക സ്വാതന്ത്ര്യമാണോ, ആത്മസന്തോഷമാണോ, അല്ലെങ്കിൽ ജോലിയാണോ, അല്ലെങ്കിൽ കുടുംബമാണോ, ബന്ധുക്കളാണോ, മറ്റെന്താണ്? അതോ അവരുമായിട്ടുള്ള ദിവസത്തെ, അവരുമായിട്ടുള്ള ചങ്ങാത്തത്തെ, അവരുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. എല്ലാം കണ്ണടച്ച് വ്യക്തമായി കണ്ട് മനസ്സിൽ തനിക്കത് സത്യമാണ് എന്ന് നാം അനുഭവിക്കണം. എനിക്ക് ലഭിച്ചതെല്ലാം സത്യമായി അതെനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് അനുഭവിക്കണം. ഞാനൊരു സമാധാനപരമായ ജീവിതം നയിക്കുന്നു എന്ന് പറയുന്നവൻ ഓരോ ദിവസവും അത് അനുഭവിക്കാൻ സാധിക്കണം. മനസ്സുകൊണ്ട് സന്തോഷത്തോടു കൂടിയുള്ള ആ ദിവസത്തെ അനുഭവിക്കുക. അല്ലെങ്കിൽ എനിക്ക് ധനസമൃദ്ധിയുണ്ട് എന്ന് അഫർമേഷൻ ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ അതിന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ ധനസമൃദ്ധി അനുഭവിച്ചില്ലെങ്കിലോ? ധനസമൃദ്ധി അനുഭവിച്ചില്ലെങ്കിൽ ഒരിക്കലും അത് സാധ്യമാവില്ല. കാരണം ഇമോഷൻസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇമോഷൻസ് ക്രിയേറ്റ് വൈബ്രേഷൻ എന്ന് ധനസമൃദ്ധിയുടെ വൈബ്രേഷൻസ് ഉണ്ടാവണമെങ്കിൽ അതിന് തത്തുല്യമായ എനർജി വൈബ്രേഷൻ നമ്മളോട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ സന്തോഷവാനാണെന്ന് നിരന്തരം ക്ലാസ്സിൽ കയറി മെഡിറ്റേഷൻ ക്ലാസ്സിലും ഒക്കെ ചേർത്ത് ഞാൻ സന്തോഷവാനാണ് നിരന്തരം പറയുന്നവൻ ഒരിക്കൽ പോലും ചിരിക്കാൻ സമയം കണ്ടെത്താറുന്നില്ല. ഒരിക്കൽ പോലും ചിരിക്കാൻ ഇവിടെ ക്ലാസ്സിൽ വന്നു. ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ മുമ്പിലിരിക്കുന്നവർ ചിരിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ ചിരിക്കും. പക്ഷെ ചിരിക്കാത്ത യൂട്യൂബ് വീഡിയോ കാണുന്ന എന്റെ കുറെ സഹോദരങ്ങൾ ഉണ്ടാവും. ചിരിക്കാൻ മറന്നുപോയി നിങ്ങൾ എപ്പോഴോ എവിടെയോ വെച്ച്. പ്രത്യേകിച്ച് പുരുഷ സഹോദരന്മാർ വിചാരിച്ചു ചിരിച്ചാൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമെന്ന്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എവിടെ ചിരിച്ചാലും ഗുണങ്ങളേ കിട്ടുള്ളൂ. അതുകൊണ്ട് സന്തോഷവാനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എവിടേക്കോ പ്രകടമാവണം. അപ്പോൾ നമ്മൾ അത് പ്രകടമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ചുണ്ടിന്റെ വലിപ്പവും പുറത്ത് ആൾക്കാർ അറിയും, അകത്തിരിക്കുന്ന പല്ലിന്റെ എണ്ണവും അറിയുമ്പോൾ നമ്മൾ പൂർണ്ണമായി സന്തോഷവാനായി. അല്ലാത്തടത്തോളം ഇല്ല. ചിലയാൾ ചിരിയുണ്ട്, ഇത്ര മാത്രം പോരാ, ആ ചിരി വരില്ല, അവിടെ ഹോർമോൺസ് ഉണ്ടാവില്ല. യെസ്, കറക്റ്റ്. സന്തോഷത്തോടു കൂടി നമ്മൾ സന്തോഷം ഉണ്ടായാൽ മാത്രമല്ല അത് പ്രസരിപ്പിക്കണം. അവിടെ ചന്ദ്രനുണ്ട് എന്ന് കരുതിയിട്ട് ഭൂമിയിൽ നിലാവ് ഉണ്ടാവുന്നില്ല. ഭൂമിയിൽ നിലാവില്ല എന്ന് പറയുമ്പോൾ അവിടെ ചന്ദ്രൻ ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ചു കളി, അല്ലെ? അതുകൊണ്ട് നിലാവ് എപ്പോഴാണോ പതിയുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ചന്ദ്രനെ വിശ്വസിക്കുന്നുള്ളൂ. അല്ലാത്തടത്തോളം ചന്ദ്രനിൽ നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഇത് സത്യല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്നറിയണമെങ്കിൽ ചിരി ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളെ ആരും മനസ്സിലാക്കില്ല. അതുകൊണ്ട് ചിരിക്കുക. ചിരിക്കാത്ത ഹസ്ബൻഡുമാരോട് പറയുക, ചിരിക്കൂ ചിരിക്കൂ ചിരിക്കൂ. ഓരോ ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ പറയും, ഒന്ന് ചേട്ടാ ഒന്ന് ചിരിച്ചേ. അങ്ങനെ കുറച്ച് ദിവസവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നാ പിന്നെ ഇവിടെ പറയുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഒരു ചിരി അങ്ങ് ചിരിക്കും. പിന്നെ അയക്കുന്നു, ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞ് ചിരിക്കലുണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പുരുഷ ഹോർമോൺസിൽ ചിരിയുടെ ഹോർമോൺ വളരെ കുറവാണ്. ത്രയണഭാവത്തിലാണ് ചിരി കൂടുതൽ. പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ചിരിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. ചിരി നല്ലവണ്ണം ഉണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞത് ദൃശ്യവൽക്കരണത്തെ പറ്റി, വിഷ്വലൈസേഷനെ പറ്റിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ നന്ദിയുള്ളവരായി മാറുക. രണ്ടാമത്തത്, നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഒരു 2 മിനിറ്റ് ആലേക്ക് നല്ല സന്തോഷമാണല്ലോ ഇത് കിട്ടിയാൽ എന്നുള്ള അവസ്ഥ ഒന്ന് അനുഭവിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ അഫർമേഷനെ വിസ്പർ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ് അഫർമേഷൻ? പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിത്യജീവിതത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കിടക്കാൻ പോകുമ്പോൾ കൃത്യമായി പറയുക, എന്റെ മനസ്സ് സന്തോഷത്തിനായി തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സമാധാനത്തോടു കൂടി ഇതാ ഉറങ്ങാൻ പോകുന്നു, ഞാൻ ശാന്തിയുടെയും സമൃദ്ധിയുടെയും ആകർഷണ കേന്ദ്രമാണ്. ഞാൻ ഈ പറയുന്നതിൽ ഒരു എന്താ പറയാ, ഒരു മെത്തേഡ് ഓഫ് അഫർമേഷൻ ആണ്. ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം, വളരെ സന്തോഷം പറയാം. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷവാനായിരിക്കുന്നു, അതിൽ
നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഇതേപോലെ ഫ്രെയിം ചെയ്ത് പറയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വയ്ക്കുക. ഇനി 4ാമത്തെ ഒരു കാര്യമുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യാൻ മടിക്കുന്ന കാര്യം. ഇത് ചെയ്യുക തന്നെ വേണം. ഇത് 3ഉം കഴിഞ്ഞപ്പോ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? നമ്മളിലുള്ള ചില ഭാരങ്ങൾ, അല്ലെ? നമ്മള് ഉറങ്ങാൻ പോകുമ്പോ എല്ലാവരും നൈറ്റ് ഡ്രസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതെടുത്തിട്ട് അധികം ആൾ ഉറങ്ങുക. രാത്രി ഉറങ്ങുമ്പോൾ ഈ ഡ്രസ്സ് മാറുന്ന ഒരു സാധാരണ നല്ലൊരു ഇതിനകത്ത് ഡ്രസ്സ് മാറുന്ന ഒരു പ്രവണതയുണ്ട്. എന്തിനാണ് ഇത് മാറുന്നത്? നമുക്കിപ്പോ ഇട്ട ഡ്രസ്സ് ഇട്ട് കിടന്നുറങ്ങിയാൽ ഉറക്കം വരില്ലേ? പല ആൾക്കാരും നല്ല 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 ജീവിതത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ വസ്ത്രം മാറ്റിയിട്ടാ കിടന്നുറങ്ങുക. അതൊരു കംഫർട്ടിന് വേണ്ടിയിട്ടെന്ന് പറയും, പക്ഷെ അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഭാരങ്ങളെ മുഴുവൻ ഇറക്കി വെക്കുക എന്നതാണ്. ഏകദേശം ആളൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ടായിരിക്കും കിടന്നുറങ്ങുക. അപ്പോൾ ദേഹത്ത് കഴിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റീസിനെയും ഒഴിവാക്കുക. ഞാൻ പുറത്തുനിന്ന് ഉപയോഗിച്ച് കൊണ്ടുവന്ന എല്ലാ നെഗറ്റിവിറ്റിയും ഒഴിവാക്കാനായിട്ട് ആ വസ്ത്രം ഒഴിവാക്കുക. എന്നിട്ട് നല്ല വസ്ത്രം ധരിച്ച് കിടന്നുറങ്ങുന്നു, അല്ലെ? ഇതിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് നമ്മളിലുള്ള ഭാരത്തെ നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ആ ഭാരം ഒഴിവാക്കുന്നിടത്താണ് നമ്മുടെ സമാധാനം കിടക്കുന്നത്. ഇതിന് പറയുന്ന പേരെന്താണ്? അത് നിങ്ങൾ ജേണി ടു ഹാപ്പിനെസ് പഠിച്ച ഒരു പേര് പറഞ്ഞേ. എന്താണ് ആ പ്രക്രിയക്ക് പറയുന്നത്? നമ്മളിലുള്ള ഭാരത്തെ നമ്മൾ ഒഴിവാക്കുന്നതിന്റെ പ്രക്രിയക്ക് പറയുന്ന പേരാണ് നോക്കട്ടെ എത്ര പേര് പറയുന്നു? എല്ലാവരും പറയും, എനിക്കറിയാം, എല്ലാവർക്കും ഇത് പറയാൻ പറ്റും. അത് പുറത്തങ്ങോട്ട് വെച്ചിട്ട് അകത്തിട്ട് കയറാം. ഇന്ന് എന്തൊക്കെയോ നടന്നിട്ടുണ്ടാവുമല്ലോ, അല്ലെ? നാത്തൂൻ പോരുണ്ടായിട്ടുണ്ടാവും, അല്ലെ? മറ്റാള് നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതെല്ലാം പോയി കിടക്കുമ്പോൾ അതിനും കൂടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ. പിന്നെ ചിന്തകളുടെ പ്രവാഹമാണ്. അതിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്. ലെറ്റ് ഇറ്റ് ഗോ. ലെറ്റ് ഇറ്റ് ഗോ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എനിക്ക് ഇന്ന് നടന്നതെല്ലാം അത് സംഭവിച്ചതാണ്. ഐ ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. അതിന് ഞാൻ വിട്ടുകൊടുക്കുന്നു. അതെല്ലാം എനിക്ക് പാഠങ്ങൾ മാത്രമാണ്, അതിൽ നിന്നും ഞാൻ പലതും പഠിച്ചു എന്ന് മനസ്സിലാക്കിയാൽ നമുക്കതിനിൽ കൃത്യമായി വിട്ടുപോകാം. കാരണം എന്താണ്? നമുക്ക് ഓരോന്നും ജീവിതത്തിൽ വരുന്നത് നമ്മളെ എന്തോ ഒന്ന് പഠിപ്പിക്കാനാണ്. പക്ഷെ നമ്മൾ അത് പഠിക്കുന്നില്ല, പകരം ആ ഒരു സിറ്റുവേഷനിൽ കിടന്നുകൊള്ളുന്നു. അതിന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ലെറ്റ് ഇറ്റ് ഗോ ആക്കിയാൽ മാത്രം മതി. അതാണ് ഭാരം ഇറക്കി വെക്കൽ എന്ന് പറയുന്നത്. ആ ഭാരം അങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. എങ്ങനെ ഭാരം ഇറക്കുക? ഒന്നുമില്ല, അവിടെ എത്തുമെന്ന് വെച്ചാൽ ഇന്ന് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, സന്തോഷത്തോടെ ആയി, ബാക്കിയെല്ലാം വിട്ടേക്ക് അവിടെ നിന്നുള്ള ഒറ്റ വാക്ക് മതി. ഇനി ഇതിനെപ്പറ്റി ഒരുപാട് പുരാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഭഗവത്ഗീതയിലൊക്കെ ഇതിനെപ്പറ്റി എത്രയോ പരാമർശങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോയി നിങ്ങൾ സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 4 സ്റ്റെപ്പ് കൃത്യമായി ഫോളോ ചെയ്യുക. മാക്സിമം എടുത്ത് 5 മിനിറ്റ് സമയം എടുക്കും ഇതിനു വേണ്ടി. ഈ 5 മിനിറ്റ് എടുത്ത് കണ്ണടച്ചുറങ്ങുക. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും ഉറങ്ങുക, പ്രാക്ടീസ് ചെയ്യുക. ഇതുമായിട്ട് തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാക്കാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കും. ഇത് പറ്റാത്തവരാരും ഒരാളും ഉണ്ടാവില്ല എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടി ഞാനും വിടവാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലാവാത്തവരുണ്ടോ? സാറിന്റെ മുഖത്ത് ചിരി മതി, ഞങ്ങളുടെ എല്ലാ സങ്കടവും മാറും. സാറേ ജോലിക്കുള്ള ടെക്നിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു? ജോലിക്കുള്ള ടെക്നിക്കോ? അത് പറയാൻ ആരാ പറഞ്ഞത്? പറഞ്ഞു തന്നില്ല സാർ, പറഞ്ഞു തരാന്ന് പറഞ്ഞിരുന്നു. ജോലി മോൾക്ക് ഇന്റർവ്യൂവിനുള്ള ജോലിയുടെ ടെക്നിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞു എഴുതാനുള്ളത്. ജോലിക്കുള്ള ടെക്നിക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയോ ഇത് ഞാൻ പറയണ്ട, ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ സ്റ്റുഡന്റ് പറഞ്ഞു തരും. എത്ര കാര്യങ്ങൾ പറയണ്ട്. ഇന്നലെ സുധ എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് പോയിട്ട് എടുത്തത്? അതേ ടെക്നിക്ക് ഉപയോഗിച്ചോളൂ. പറഞ്ഞു ഒന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്തേ. ഞാൻ തന്നെ പറഞ്ഞു തരാം. ആൾക്കാർ എല്ലാം സൈലന്റ് ആയിക്കോട്ടെ. എല്ലാവരും സൈലന്റ് ആണോ?
മകൾക്ക് ജോലിക്ക് വേണ്ടിയല്ലേ ഞാൻ. എല്ലാവരും സൈലന്റ് ചെയ്യൂ, സൈലൻസ്. ആരും ശബ്ദം ഉണ്ടാക്കരുത്. എന്നിട്ട് പറഞ്ഞുതരാം. മകൾക്ക് ഒരു ജോലിയുടെ കാര്യത്തിനല്ലേ ഇന്റർവ്യൂവിന് പോകുമ്പോൾ IR5 ദി സിറ്റുവേഷൻ IR5 ദി സിറ്റുവേഷൻ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ പറയുക. ഇന്റർവ്യൂവിന് പോകുമ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ ഇന്റർവ്യൂ നടക്കുമ്പോഴും ഓരോ ചോദ്യം പറയുമ്പോഴും എഴുതി വെച്ചോളൂ കേട്ടോ. IR5 ദി സിറ്റുവേഷൻ. അതുപോലെ ടൈപ്പ് കമന്റ് ബോക്സിൽ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, അത് ഉപയോഗിച്ചോളൂ കേട്ടോ. സന്തോഷത്തോടു കൂടി നടന്നിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ ആർക്കും ഹാപ്പി ന്യൂസ് പറയാനൊന്നും ബാക്കി വന്നില്ല നേരത്തെ. അപ്പൊ നമുക്ക് നാളെയോ മറ്റന്നാളോ മെഡിറ്റേഷൻ ചെയ്യാം. എല്ലാവരും തയ്യാറായി വരിക കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു വെരി മച്ച്. പിന്നെ ഓർമ്മിപ്പിക്കാൻ, ജീവിത വിജയത്തിന്റെ രഹസ്യത്തിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ചാടിക്കോളൂ, ലേറ്റ് ആക്കണ്ട. പിന്നെ നിങ്ങൾക്ക് നഷ്ടബോധം തോന്നരുത്, ജീവിതം പരാജയപ്പെടുമെന്ന് തോന്നരുത്, പെട്ടു എന്ന് തോന്നരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ.